കണ്ണേ കരളെ സതീശ ഞങ്ങളുടെ നെഞ്ചിലെ ആവേശമേ എന്നുള്ള വിളിയുമായി പ്രകടനവുമായി സതീശന്റെ വീട്ടിൽ ആയിരക്കണക്കിന് ജനങ്ങളിതാ പ്രവർത്തകരിതാ തടിച്ചുകൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയാണ്. വി.ഡി. സതീശന്റെ വീടിന് മുന്നിലാണ് ഈ ആവേശഭരിതമായ ഉദ്യോഗജനതമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ മുഖ്യ വാർത്താ മാധ്യമ ചാനലുകളിലും അവരുടെയൊക്കെ തന്നെ സബ് എഡിറ്റേഴ്സ്, എഡിറ്റേഴ്സ്, മെയിൻ റീഡേഴ്സ് ഒക്കെ തന്നെ കളം നിറഞ്ഞു കഴിഞ്ഞു. കാരണം ഇന്നത്തോടുകൂടി ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലായത്. 5:30 ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയുടെ ചർച്ച നടക്കുമെന്നുള്ള ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ഒരു ആവേശഭരിതമായ നിമിഷമാണ് വി.ഡി. സതീശന്റെ ആലുവയുടെ വസതിയിൽ ഉണ്ടായിരുന്നത്. കണ്ണുകളും കാതുകളും എല്ലാം ഡൽഹിയിലേക്ക് കൂർപ്പിച്ചു വെക്കുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ ആദ്യഘട്ടത്തിലൊന്നും തന്നെ വലിയ ആവേശമില്ലെങ്കിലും എന്നാൽ ഇപ്പോൾ സമയം 6 മണി കഴിയുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇന്ദിരാഭവനും നിറഞ്ഞിരിക്കുകയാണ്. വി.ഡി. സതീശന്റെ അനുകൂലികളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വി.ഡി. സതീശൻ ആ കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി എന്ന് തന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്ന തരത്തിലുള്ള ആവേശമാണ് കാണുന്നത്. കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആലപ്പുഴയിലെ വസതിയിലും ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡൽഹിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ആവേശം കാണാൻ കഴിയാത്തത്. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാടുള്ള രമേശ് ചെന്നിത്തലയുടെ വസതിയിലും ഇതേ ആവേശം, ഇതേ ഉദ്വേഗം, ഇതേ ആർപ്പുവിളികൾ, ആൾക്കൂട്ടം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാം. ഇവിടെ KPCCക്ക് മുന്നിൽ, ഇന്ദിരാഭവന് മുന്നിൽ വലിയ കൂറ്റൻ ഫ്ലക്സുകളൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ട്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി എന്നുള്ള തരത്തിലാണ് പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. പക്ഷേ ഇതുവരെയും അല്പസമയം മുൻപാണ് 5:30 ഖാർഗെയുടെ വസതിയിൽ യോഗം ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും 5:45 കൂടിയാണ് യോഗം ആരംഭിച്ചത്. രാഹുൽ ഗാന്ധി എത്തിയത് ബാംഗ്ലൂരിലുള്ള പ്രധാനപ്പെട്ട ചില ചടങ്ങുകളൊക്കെ തന്നെ വേണ്ട എന്ന് ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഖാർഗെ വസതിയിലേക്ക് എത്തിയത്, ഡൽഹിയിലുള്ള വസതിയിലേക്ക് എത്തിയത്. എന്തായാലും വി.ഡി. സതീശന്റെ അനുയായികൾ വലിയ ആവേശത്തിൽ തന്നെയാണ്. ഒരു പക്ഷേ ആ പേര് വി.ഡി. സതീശൻ എന്നല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പ്രവർത്തകരുടെ നിരാശ അത് എത്രത്തോളം പ്രകടമാകും അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് അറിയാൻ കഴിയാത്തത്. എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെ എല്ലാം തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഖർഗെയുടെ വസതിയിൽ വെച്ച് കാണുന്നുണ്ട് എന്ന് മനസ്സിലാകുകയാണ്. കേരളത്തിലെ പ്രവർത്തകരുടെ ഒരു നിലവിലെ സാഹചര്യം എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടുവരികയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ആൾക്കൂട്ടത്തിൽ വി.ഡി. ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഒരു ഉമ്മൻചാണ്ടി എഫക്റ്റ് പോലെയൊക്കെ ഒരു വി.ഡി. എഫക്റ്റ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നിലവിലെ ആൾക്കൂട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ വസതിക്ക് മുന്നിലും ആവേശഭരിതമായ ജനക്കൂട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഒരു 20 മടങ്ങ് കൂടുതലാണ് വി.ഡി. സതീശന്റെ വസതിക്ക് മുന്നിലുള്ള ആവേശഭരിതമായ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തോടുകൂടി ഈ ഒരു അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കളിയാക്കിയാലും പറയുന്നത് തേങ്ങ ഇന്നെങ്കിലും ഉടയ്ക്കുമോ എന്ന്. തേങ്ങ ഇന്ന് ഉടച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെയെങ്കിലും ഉടയ്ക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം ഇത്തരത്തിൽ അതൊരു കോൺഗ്രസിന്റെ എപ്പോഴും ഉള്ളതാണ്. വലിയ മൂർധന്യ അവസ്ഥയിൽ കൊണ്ട് നിർത്തിയതിനു ശേഷം ഇന്നില്ല ഇനിയിപ്പോൾ നാളെ ആകട്ടെ എന്നുള്ളൊരു മട്ട് എല്ലാം ഇപ്പോഴും കോൺഗ്രസിന് ഉള്ളതാണ് ഒരു അന്തിമ തീരുമാനം വരുമ്പോൾ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം 10 ദിവസം പിന്നിട്ടിരിക്കുന്നു. കേരളത്തിന്റെ ഒരു നാദിനില്ലാ കളരി പോലെ ഒരു മുഖ്യമന്ത്രി ഇല്ലാത്ത സംസ്ഥാനം പോലെ കേരളം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റ് സംസ്ഥാനത്തെ ജനങ്ങൾ പോലും കളിയാക്കി തുടങ്ങി എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രി ഇല്ലാത്തവരെ എന്ന് പോലും വിളിച്ച് കളിയാക്കി തുടങ്ങി എന്നുള്ളതാണ്. മാത്രമല്ല ഭരണസ്തംഭനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 2 ദിവസം കഴിയുമ്പോൾ SSLC ഫലപ്രഖ്യാപനം വരുന്നു. ഒരു മന്ത്രിയില്ല, വിദ്യാഭ്യാസ മന്ത്രിയില്ല, മുഖ്യമന്ത്രിയില്ല, ആരും തന്നെ ഇല്ലാതെയാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. ജനങ്ങളുടെ ഒരു തലയിലെഴുത്ത് നോക്കണമേ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അവരുടെ ഒരു അവകാശം വിനിയോഗിച്ച് അവർ തെരഞ്ഞെടുത്ത ജനങ്ങളെ തെരഞ്ഞെടുത്തു, ഡയറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് കൈപിടിച്ച് ഉയർത്തി ആ ഒരു പോഡിയത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തേണ്ടതിന് പകരം ഡൽഹിയിലുള്ള ചിലർ ചർച്ച ചെയ്യുന്നു, ഡൽഹിയിലുള്ള ചിലർ വീണ്ടും ചർച്ച ചെയ്യുന്നു. അതിനുശേഷം ഒക്കെയാണ് വരുന്നത്. സച്ചിൻ പൈലറ്റ് വി.ഡി. സതീശന് ആശംസകൾ നേർന്നു എന്ന് പറഞ്ഞ് ചില വാർത്തകൾ വന്നെങ്കിലും സച്ചിൻ പൈലറ്റിന്റെ ഓഫീസ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. വി.ഡി. തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ള തലത്തിലാണ് ഇപ്പോൾ ആഘോഷവും ആവേശവും ഒക്കെ നിറയുന്നത്. വി.ഡി. സതീശന്റെ വീട്ടിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആലുവയിലെ വീട്ടിലേക്ക് പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നു. തിരുവനന്തപുരത്തെ മിക്ക ലോഡ്ജുകളും ഇപ്പോൾ ബുക്കിംഗ് ആണ്. കാരണം വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങൾ ഈ തിരുവനന്തപുരം ജില്ല വിട്ടു പോവുകയുള്ളൂ എന്ന് സത്യപ്രതിജ്ഞ എടുത്തില്ലെങ്കിൽ പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ചിലർ എല്ലാവരും തന്നെ ചില കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ ആ ഒരു കാഴ്ച കാണുകയാണ്. വി.ഡി. സതീശന്റെ മുന്നിലുള്ള കാഴ്ച കാണുകയാണെന്നുണ്ടെങ്കിൽ, വീടിന്റെ മുന്നിലുള്ള കാഴ്ച കാണുന്നുണ്ടെങ്കിൽ വി.ഡി. തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ള പൂർണ്ണ സൂചന അവർക്ക് ലഭിച്ചതിന് ശേഷമാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നറിയില്ല. കാത്തിരുന്ന് കാണാം നമുക്ക്.